Hi guys, back to my channel. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്ത ഡിക്ഷണറി എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, ഡിക്ഷണറി വാല്യൂ എങ്ങനെ ഫെച്ച് ചെയ്യുക, കീ എങ്ങനെ ഫെച്ച് ചെയ്യുക, കംപ്ലീറ്റ് ഐറ്റംസ് എങ്ങനെ ഫെച്ച് ചെയ്യുക, അതേമാതിരി ഡിക്ഷണറിന്റെ വ്യൂ ഒബ്ജക്റ്റ് എന്താണ്, ക്ലിയർ ചെയ്യൽ എങ്ങനെ, അങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കീ എങ്ങനെ അതിലുണ്ടോ ഇല്ലയോ, നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ സിമ്പിൾ ആണ്. ഇൻ ഓപ്പറേറ്റർ ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഓൾറെഡി ഇൻ ഓപ്പറേറ്റർ എന്താണ്, അല്ലെ ഓപ്പറേറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ എന്താണ് പഠിച്ചിട്ടുണ്ട്. ഇൻ ഓപ്പറേറ്റർ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ലിസ്റ്റിൽ ഒരു വാല്യൂ ഉണ്ടോന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. സെയിം ഡിക്ഷണറിയിൽ യൂസ് ചെയ്യുക ഇൻ ഓപ്പറേറ്റർ. നമുക്ക് പ്രത്യേക ഒരു കീ വാല്യൂ ആ ഡിക്ഷണറിയിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓൺലൈൻ കമ്പൈലറിനെ കണ്ടിന്യൂ ചെയ്യാണ്. ഞാൻ ഡിക്ഷണറി ജസ്റ്റ് കോപ്പി ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ മൈ ഡിക്ഷണറി എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡ്, മോഡൽ, ഇയർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം എങ്ങനെ ഇൻ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. ലിസ്റ്റിൽ എങ്ങനെ ചെയ്യിച്ചത്, ഇഫ് നമ്മളൊരു പ്രത്യേക ഒരു വാപ്പ് ലിസ്റ്റിൽ ഒന്നുണ്ടോ എന്ന് നമുക്ക് ലിസ്റ്റ് ചെക്ക് ചെയ്തു. സ്ട്രിങ് എന്തെല്ലാം ആട്ടെ, നമ്മൾ തൽക്കാലം ഇൻഡിജർ തന്നെ. ഇഫ് ഒന്നിൽ നമ്മളിവിടെ ഒരു എന്താ പറയാ ലിസ്റ്റ് കൊടുത്തു. ജസ്റ്റ് ലിസ്റ്റിന്റെ എക്സാമ്പിൾ കാണിച്ചു തരാം കേട്ടാ. പോയി ലിസ്റ്റിന്റെ ഡെമ്മി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഞാൻ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് നമ്മളിവിടെ ഇങ്ങനെ 1, 2 കുറച്ച് നമ്പറൊക്കെ കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു, ഈ ഒന്നിൻ ഡെമ്മി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പ്രിന്റ് ഒരു വാല്യൂ ഒന്നും ഇല്ല, ജസ്റ്റ് എന്താ ഒന്ന് ഇതിലുണ്ടെങ്കിൽ ലിസ്റ്റ് ഡെമ്മിൽ ഉണ്ടെങ്കിൽ ഹായ് പ്രിന്റ് ചെയ്യണമായിരുന്നു. അപ്പൊ ഹായ് പ്രിന്റ് ചെയ്ത് അപ്പൊ നമുക്ക് ഓർമ്മയുണ്ട് ഇൻ ഓപ്പറേറ്റർ ലിസ്റ്റിന്റെ ഉള്ളിലുള്ള ഒരു വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാണ്. നമ്മൾ തൽക്കാലം ഇവിടുന്ന് ലിസ്റ്റ് അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഈ ഡിക്ഷണറിന്റെ എടുക്കുകയാണ്. ഈ ഡിക്ഷണറി എടുത്തിട്ട് ഇവിടെ കൊടുക്കുന്നു, ഡിക്ഷണറി എടുക്കുന്നു. അപ്പൊ എന്താ പറയുന്നത്, ഈ ഒന്നിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും വരില്ല. കാരണം എന്താ, ഒന്നില്ലല്ലോ, നമ്മൾ ഒന്ന് ലിസ്റ്റിന് വേണ്ടിയില്ല ചെക്ക് ചെയ്തത്. നമ്മൾ ഇനി ഡിക്ഷണറി വാല്യൂ എടുക്കുക. അപ്പൊ നമ്മളൊരു കീ കൊടുക്കുക. ഇവിടെ നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ കീ ആണ് കൊടുക്കേണ്ടത്. ഇപ്പൊ ബ്രാഞ്ച് ഉണ്ടാ നോക്കുക. നമുക്ക് എൽസും കൂടി കൊടുക്കാം. നമുക്കറിയാലോ എൽസ് ഉണ്ടെങ്കിൽ എന്താ പറയാ, ഇതിലില്ലാത്തതിന് എന്താ പറയാ ആ വാല്യൂ വരും, നോ വാല്യൂ എന്ന് കൊടുത്തു. അപ്പൊ എൽസ് വർക്ക് ചെയ്യും. കാരണം എന്താ, ബ്രാഞ്ച് എന്ന സംഭവം ഇതിലുണ്ടോ, ഇല്ല. കാരണം ഇതിലുള്ള ബ്രാൻഡാണ്, ബ്രാഞ്ച് ഇല്ല. അപ്പൊ ഞാൻ ഈ ബ്രാൻഡിനെ കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊടുത്തിട്ട് കൊടുത്തു. എന്നിട്ട് പ്രിന്റ് ഇപ്പൊ എന്താ പറയാ, മൈ ഡിക്ഷണറി എന്ന് പറഞ്ഞത് ഇതിൽ ബ്രാൻഡ് ഉണ്ടോ, ഉണ്ട്. ഉണ്ടെങ്കിൽ പ്രിന്റ് ഹായ്, അല്ലെങ്കിൽ നോ വാല്യൂ. ഹായ് പ്രിന്റ് ചെയ്ത്. കാരണം എന്താ, ബ്രാൻഡ് ഉണ്ട്. ഇനി നമ്മൾ എന്താ പറയാ, ഇപ്പോ ഈ ഡിക്ഷണറിന്ന് നമുക്ക് എങ്ങനെ വാല്യൂ ഫെച്ച് ചെയ്യാൻ നമുക്ക് അറിയാം. കാരണം എന്താ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയട്ടെ ആക്സസ് ചെയ്യൽ എങ്ങനെയാണ്. ഒരു ഡിക്ഷണറി, ആ ഡിക്ഷണറിന്റെ പേര് ചെയ്തിട്ട് സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ആ മോഡൽ എന്താണ് നമ്മളൊക്കെ അത് കൊടുക്കുക. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മൈ ഡിക്ഷണറി ആണ് നമ്മുടെ ഡിക്ഷണറി. അതിന്റെ ഉള്ളിൽ സ്ക്വയർ നമ്മൾ ഇൻഡെക്സ് കൊടുക്കൂലേ, അങ്ങനെ ലിസ്റ്റിന് ഇൻഡെക്സ് കൊടുക്കൂലേ, സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടതിന് പകരം ഇവിടെ മോഡൽ കീ കൊടുക്കുക. ഇപ്പൊ ബ്രാൻഡ് എന്താ പ്രിന്റ് ചെയ്യണം നോക്കാം. ആ വാല്യൂ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 0th ഇൻഡെക്സ് കൊടുത്തു കഴിഞ്ഞാൽ 0th ഇൻഡെക്സിന്റെ വാല്യൂ ആ ഐറ്റത്തിന്റെ വാല്യൂ ആയിരുന്നു വന്നിരുന്നത് ലിസ്റ്റിലാണെങ്കിൽ. അതേമാതിരി ഡിക്ഷണറിയിലാണ് നമ്മൾ കീ കൊടുത്തു കഴിഞ്ഞാൽ ആ കീനെ മാച്ച് ചെയ്ത വാല്യൂ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് വരും. നമ്മൾ കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ട് മൈ ഡിക്ഷണറിന്റെ സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ കീ ഇൻഡെക്സിന് പകരം ഡിക്ഷണറി വരുമ്പോൾ കീ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ ഔട്ട്പുട്ട് ആയിട്ട് വരും. അപ്പൊ ഇത് ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സംഭവം മൈ ഡിക്ഷണറി സ്ക്വയർ ബ്രാക്കറ്റിൽ ബ്രാൻഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ മൈ ഡിക്ഷണറിന്റെ ഉള്ളിലോട്ട് പോകും. എന്നിട്ട് ആ കീ അതിലുണ്ടാണ് ചെക്ക് ചെയ്യും. അതിലുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ എടുത്തിട്ട് പ്രിന്റ് ചെയ്ത് തരും. അതാണ് സംഭവിക്കുന്നത്. അപ്പൊ ഫോർഡ് വന്നു. ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, ഒരു സംഭവം അതിലുണ്ടോ ഇല്ലേ. ഉണ്ടെങ്കിൽ ഒരു ആക്ഷൻ, ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യുന്ന വേറെ ഒരു ആക്ഷൻ ചെയ്യാം. ഉണ്ടെങ്കിൽ മൈ ഡിക്ഷണറിയിലെ ലെങ്ത് എത്രയാണ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ മൈ ഡിക്ഷണറിയുടെ ബ്രാൻഡിന് വേറൊരു ഫോർഡിന് പകരം വേറെ BM ആക്കി കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പല ആക്ഷൻസും ചെയ്യാം. അപ്പൊ അതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. സിമ്പിൾ ആണ്, നമ്മൾ ലിസ്റ്റിലൊക്കെ ഓൾറെഡി ചെയ്തതാണ്. ഇനി നമുക്ക് ഇതിലൊരു വാല്യൂ ചേഞ്ച് ചെയ്യാം. നമുക്ക് വാല്യൂ ചേഞ്ച് ചെയ്യാം, വാല്യൂ ആഡ് ചെയ്യാം. രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഈ രണ്ടും സെയിം മെത്തേഡ് ഉപയോഗിച്ചാണ് ചെയ്യുക. ആഡ് ചെയ്യലും ചേഞ്ച് ചെയ്യലും. ആഡ് ചെയ്യലും ചേഞ്ച് ചെയ്യലും പറയുമ്പോൾ ആഡ് ചെയ്യലും അപ്ഡേറ്റ് ചെയ്യലും. നമ്മൾ നോക്കാം. ഇത് ഒഴിവാക്കുകയാണ്. മൈ ഡിക്ഷണറിന്റെ ഇയർ ഞാൻ എന്ത് ചെയ്തു, ഒരു 2010 ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യും, മൈ ഡിക്ഷണറി പ്രിന്റ് ചെയ്യും. അപ്പൊ എന്താ ഉണ്ടായത്, മൈ ഡിക്ഷണറി എന്ന ഡിക്ഷണറി എടുത്തിട്ട് അതിൽ ഇയർ എന്ന ഇൻഡെക്സിന് പകരം കീ കൊടുക്കും. ഇയർ എന്ന ഡാറ്റ എടുക്കും, ഐറ്റം എടുക്കും. അപ്പൊ ഈ ഒരു ഐറ്റം ഇങ്ങോട്ട് എടുക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ഐറ്റം ആണ്. അതിന്റെ വാല്യൂ ആയിട്ട് 2010 പറഞ്ഞ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുക. അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാല്യൂ അസൈൻ ചെയ്യപ്പെടും. അങ്ങനെയാണല്ലോ നമ്മൾ അസൈൻ ചെയ്യാറൊരു വാല്യൂ അസൈൻ ചെയ്യല്ലേ. അപ്പൊ 2010 എന്ന് പറയുന്നത് ഇയറിന് വേണ്ടി അസൈൻ ചെയ്യും.
ഇത് നിലവിൽ ഇയർ 1964 അത് മാറിയിട്ട് 2010 ആവും. ഇപ്പൊ പ്രിന്റ് ചെയ്ത് നോക്കുക, ഇയർ എന്തായി 2010 ആയില്ലേ. സിമ്പിൾ ആണ്. ഇനി ഇതിപ്പോ ഇങ്ങനെ ചെയ്തു. ഇനി ഇതിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ സെയിം സംഭവം കോപ്പി ചെയ്തിട്ട് ഞാൻ പുതിയൊരു സാധനം ആഡ് ചെയ്യണം വിചാരിച്ചു. സെയിം പ്രൊസീജിയറിന് ഉപയോഗിക്കാം. അപ്പൊ ഇതിലില്ലാത്തൊരു സാധനമല്ലേ ആഡ് ചെയ്യപ്പെടുള്ളൂ. മൈ ഡിക്ഷണറി കളറിന് അറിയാണ്ട് റെഡ് കൊടുത്ത്. ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈ ഡിക്ഷണറിയിൽ ഇയർ ഉണ്ട്, ഉണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ആവും. അങ്ങനെ ലോജിക് ആലോചിച്ചാൽ മതി. ഉണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ആവും, ഇല്ലെങ്കിൽ പുതിയ വാല്യൂ ആഡ് ചെയ്യപ്പെടും. നോക്കുക, കണ്ടങ്ങള് ഇയർ 2010 ആയിട്ട് കളർ റെഡ് ആയി. അപ്പൊ ആ ഡിക്ഷണറിന്റെ ഉള്ളിലോട്ട് ഇല്ലാത്തത് എന്ത് ചെയ്തു, ഇവിടെ ആഡും ചെയ്തു, ഉള്ളത് അപ്ഡേറ്റും ചെയ്തു. അപ്പൊ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് അപ്ഡേറ്റ് ചെയ്യുന്നത് മനസ്സിലായില്ല. ഇല്ലാത്ത സാധനമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കൊടുക്കുക, അല്ലാണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ദാറ്റ്സ് ഓൾ. പരിപാടി ക്രിയേറ്റ് ആയി, അപ്ഡേറ്റ് ആയി. ഇതെന്താ സംഭവം, മൈ ഡിക്ഷണറി വന്നു. മൈ ഡിക്ഷണറിന്ന് 2010 ഇയർ ഓൾറെഡി ഉണ്ടാ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വാല്യൂ മാറിയിട്ട് 2018 ആവും. ഇനി അതിൽ ഇവിടെ കളറാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കളർ ഇതിലോട്ട് നേരിട്ട് ആഡ് ചെയ്യപ്പെടും, കാരണം അതിൽ ഇല്ലല്ലോ കളർ. ഇനി നമുക്ക് വേറെ ഓപ്ഷൻ കൂടെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് വെച്ചാണല്ലോ ചെയ്തത്. ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, ആദ്യം ഇത് ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് നമ്മളെ ഫംഗ്ഷൻ ഉണ്ടല്ലോ, അപ്പൻഡ്, റിമൂവ്, മെത്തേഡ് എന്നൊക്കെ പറയുന്നത്, അങ്ങനത്തെ ഫംഗ്ഷൻസ് ഉപയോഗിച്ചിട്ട് അപ്ഡേറ്റ്, അതുപോലത്തെ ഒരു ഫംഗ്ഷൻ അപ്ഡേറ്റ്. എന്നിട്ടുള്ളത് നമ്മൾ ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യൽ എങ്ങനെ, ഈ ഒരു കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ഉണ്ട്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെന്ത് ഇതിനോട് കൊടുക്കുക. അപ്പൊ ഓർക്കുക, ഇതിന്റെ ഉള്ളിൽ ഇത് സ്പേസ് ഇട്ട് മനസ്സിലാവാനാണ് ഈ ഒരു സംഭവം നമ്മൾ കൊടുക്കുക, ഈ ഓപ്പണിങ്ങും ക്ലോസിങ്ങും. എന്നിട്ട് അതിന്റെ ഉള്ളിൽ എന്താണ് വേണ്ടത് കൊടുക്കുക. അപ്പൊ ഇയർ അങ്ങനെ നമ്മൾ എഴുതേണ്ട അതേമാതിരി ഇയർ എന്ന് പറയുമ്പോൾ 2010. ഇതിങ്ങനെ റൂളാണ്, ഇതിങ്ങനെ മനസ്സിലാക്കിയാൽ ഇങ്ങനെയാണ് ഡിക്ഷണറി ചെയ്ത് നമ്മൾ ചെയ്താണ്ട് മൈൻഡിൽ സെറ്റ് ആവും. പിന്നെ അപ്പോൾ ഡിക്ഷണറിയിലോട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് പറഞ്ഞു. രണ്ടാമത്തെ പറഞ്ഞ ജസ്റ്റ് അപ്ഡേറ്റ് ഫംഗ്ഷൻ വിളിച്ചിട്ട് അതിന്റെ ഉള്ളിൽ സ്പേസ് വെറുതെ കൊടുത്താണ്, അതിന്റെ ഉള്ളിൽ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഏത് വാല്യൂ വേണ്ടത് അപ്ഡേറ്റ് കൊടുക്കുക. അപ്പൊ ഇയർ എന്ന് പറഞ്ഞിട്ട് 2010 കൊടുത്തു, റൺ ചെയ്ത് നോക്കുക. ആടാ സെയിം വന്നു, ഇയർ 2010 വന്നു. കളർ നമ്മൾ ഇതേമാതിരി ചേഞ്ച് ചെയ്യാൻ പോണ്. കളർ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യുന്നു. കളർ ഇല്ല കേട്ടോ ഓൾറെഡി, ഞാൻ സ്പേസ് ജസ്റ്റ് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, കളർ കൊടുത്തു. കളർ നമ്മളെന്ത് കീ കൊടുക്കുന്നു, കോളം കൊടുക്കുന്നു, വാല്യൂ കൊടുക്കുന്നു. അത് നമ്മളെ റൂളാണ് ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പൊ ഇത് ഇവിടെ ക്ലോസ് ചെയ്തു, എന്നിട്ട് റൺ ചെയ്തു. അപ്പൊ എന്താ ഉണ്ടാകുന്നത്, അപ്പൊ ബ്രാൻഡ് ഉണ്ട്, മോഡൽ ഉണ്ട്, ഇയർ ഉണ്ട്. ഇയർ പിന്നെ ഒരു റൂള് വന്ന് ഇയർ അപ്ഡേറ്റ് ചെയ്തു. അപ്പൊ ഇയർ 1964 മാറ്റി 2010 ആയി. അതിനുശേഷം മൈ ഡിക്ഷണറിയിലോട്ട് അപ്ഡേറ്റ് ചെയ്ത് കളർ റെഡ്. അപ്പൊ കളർ ഇതിലില്ല, അപ്പൊ അത് അപ്ഡേറ്റിന് വരെ ക്രിയേറ്റ് ചെയ്യാം. അപ്ഡേറ്റ് ക്രിയേറ്റ് ആണ് ആക്ച്വലി ഇവിടെ നടക്കുന്നത്. എന്നിട്ട് കളർ റെഡ് ആയിട്ട് ആഡ് ചെയ്തു. ഇനി നമുക്ക് വെറുതെ ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഏജ് എന്ന് പറഞ്ഞാണ്ട് ചുമ്മാ ഞാൻ വെറുതെ കൊടുക്കാണ്, കറക്റ്റ് ഏജ് ഒന്നുമല്ല, ജസ്റ്റ് ചുമ്മാ ഇതാണ്. അപ്പൊ ഏജ് റൺ ചെയ്തു, എന്താ ഉണ്ടാകുന്നത് കണ്ടെങ്കിൽ ബ്രാൻഡ്, മോഡൽ, ഇയർ, ഏജ്. പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അപ്ഡേറ്റിൽ മൾട്ടിപ്പിൾ വാല്യൂസ് ആഡ് ചെയ്യാനും പറ്റി. അപ്പൊ ഇങ്ങനെ രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് നേരിട്ട് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുക്കുക, കീ വെച്ചുകൊണ്ട് വാല്യൂ അപ്ഡേറ്റ് കൊടുക്കുക. അല്ലെങ്കിൽ അപ്ഡേറ്റിന്റെ ഉള്ളിൽ നമുക്ക് കീ വാല്യൂസ് ഇങ്ങനെ ഒരു ഡിക്ഷണറി ആയിട്ട് പുതിയത് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് അതിലോട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡിക്ഷണറിയാണ്. ഈ ഡിക്ഷണറി വാല്യൂസിനെ ഈ ഡിക്ഷണറിന്റെ ഉള്ളിലോട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് സിംഗിൾ വാല്യൂ ആയിട്ടും മൾട്ടി വാല്യൂ ആയിട്ടും ആഡ് ചെയ്യാം, നമ്മൾ ഇഷ്ടം പോലെ. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ക്രിയേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്, ഒന്ന് സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അപ്ഡേറ്റ് മെത്തേഡ് കൊടുത്തുകൊണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് ചേഞ്ച് വാല്യൂ ആയിട്ട് ഇവിടെ നമ്മൾ അപ്ഡേറ്റ് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ഇയർ 2010 ആക്കി 2020 ആക്കിയതിൽ എന്ത് ചെയ്തു, ഇപ്പൊ ഇത് നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ അതിന്റെ കൂടെ ആഡിങ് ആക്ഷൻ നടക്കുന്നുണ്ട്. ഇപ്പൊ മൈ ഡിക്ഷണറിയിൽ കളർ ഇതിലില്ല, അപ്പൊ കളർ റെഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിലോട്ട് ആഡ് ചെയ്യപ്പെട്ടു. അപ്പൊ ഇതിൽ ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് അല്ലെങ്കിൽ ആഡ്, നമ്മൾ സെയിം പറഞ്ഞ തന്നെ, ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ ആഡ് ചെയ്യും. ഇത് സെയിം തന്നെ. ഇത് അതിൽ കളർ അതിലില്ലല്ലോ, അതുകൊണ്ട് ഇത് ആഡ് ചെയ്തു. അപ്ഡേറ്റിനാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്തു, അപ്ഡേറ്റ് ഓർ ആഡ്, അത് നോക്കിയാൽ മതി. ഞാൻ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ലാസ്റ്റത്തെ ഒരു വാല്യൂ റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ അതിന് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കീ വാല്യൂ റിമൂവ് ചെയ്യാം. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ്. നമ്മൾ ആദ്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ഈ ഒരു അപ്ഡേറ്റിന് പകരം എന്ത് ചെയ്യുക, നേരെ അടുത്ത മെത്തേഡ് വിളിക്കുക. അപ്ഡേറ്റിന് പകരം എന്ത് ചെയ്യുന്നു, നമ്മൾ പോപ്പും ഉണ്ട്. നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട്, പോപ്പ് ഉണ്ട്, പോപ്പ് ഐറ്റം ഉണ്ട്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ പോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റത്തെ എലമെന്റ് കണ്ട് പോകും. പോപ്പ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഇവിടെ കീ കൊടുക്കുക. നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കീ കൊടുക്കൂലേ വാല്യൂ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ, അതുപോലെ. അപ്പൊ നമുക്ക് ജസ്റ്റ് പോപ്പ് ഐറ്റം ആദ്യം നോക്കാം. പോപ്പ് ഐറ്റത്തിന്റെ ഉള്ളിൽ ബ്രാൻഡിന് കൊടുക്കുകയാണ്.
ഇപ്പൊ പ്രിന്റ് ചെയ്യുമ്പോൾ മൈ ഡിക്ഷണറി കൊടുത്തു. അപ്പൊ എന്താണ് പോപ്പ് ഐറ്റംസ്. അപ്പൊ ആക്ച്വലി എന്താ വെച്ച് കഴിഞ്ഞാല് പോപ്പ് ഐറ്റംസ് എന്നല്ല, ഐറ്റം എന്നാണ്. അവിടെ ടേക്ക് നോ ആർഗ്യുമെന്റ്സ് എന്നാ പറയുന്നത്. നോക്കാം. അപ്പൊ ആക്ച്വലി നമുക്ക് ഇവിടെ നോക്കാം. പോപ്പ് കൊടുക്കുമ്പോഴാണ് നമ്മൾ മോഡൽ കൊടുക്കേണ്ടത്. പോപ്പ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ലാസ്റ്റ് ആയിട്ട് റിമൂവ് ചെയ്യും. ഞാൻ പറഞ്ഞത് ചെറിയൊരു മാറ്റമുണ്ട്. കാര്യമാക്കണ്ട. നമ്മൾക്ക് സ്റ്റക്സ് കൺഫ്യൂഷൻസ് ഒക്കെ എവിടെയും വരും. അത് നമ്മൾ ഹാപ്പി ആയിട്ട് തന്നെ ഡീൽ ചെയ്യാം. അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ കൺഫ്യൂഷൻ ആയില്ലേ, ഞാൻ അത്യാവശ്യം ചെയ്ത സാധനം കൺഫ്യൂഷൻ ആയത് ഇത്രേ ഉള്ളൂ സംഭവം. നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഒരാഴ്ച 2 ആഴ്ച പ്രാക്ടീസ് കഴിഞ്ഞാൽ പൈത്തൊരു സംഭവം എല്ലായി മാറും. പിന്നെ നമ്മളിത് ആരും ബൈഹാർട്ട് ചെയ്യാൻ പോകുന്നില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇത്രയും സംഭവം ഞാൻ എങ്ങനെ ബൈഹാർട്ട് ചെയ്തേക്കുന്നത്. നിങ്ങൾ ഒരു സംഭവം ബൈഹാർട്ട് ചെയ്യേണ്ട. പോപ്പ് പറയുമ്പോൾ നിങ്ങളെ മനസ്സിക്ക് ഒരു ലോജിക് അറിയാം. ഒരു ഡിക്ഷണറിയിൽ നിന്ന് ഒരു വാല്യൂ റിമൂവ് ചെയ്യണം. അങ്ങനെ ചിന്തിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ ഇത് പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം അതിനൊരു ലൈബ്രറി ഉണ്ട്, അത് യൂസ് ചെയ്താൽ പറ്റും. അപ്പൊ ചുമ്മാ ഗൂഗിളിലെ ചാറ്റ്ജിപിറ്റിയിലെ പോയിട്ട് ഇതിന്റെ അടുത്ത് ഒരു ഡിക്ഷണറി ഉണ്ട്, നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു ലാസ്റ്റ് ഐറ്റം റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് സ്പെസിഫിക് ആയിട്ട് റിമൂവ് ചെയ്യണം, ഞാൻ എന്താ ചെയ്യേണ്ടത്? ചാറ്റ്ജിപിറ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ സാധനങ്ങൾ തരും. അപ്പൊ നിങ്ങൾ കാണും പോപ്പ്. ഇപ്പൊ മനസ്സിലായി, പണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഡെവലപ്പേഴ്സ്. അല്ലാതെ നമ്മളൊന്നും ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടായാൽ മതി. അപ്പൊ നമുക്കത് ബാക്കി നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടെത്താം. അപ്പൊ എന്തായാലും പോപ്പ് ഐറ്റംസ് എന്ന് പറയും. പോപ്പ് ഐറ്റം എന്ന് പറയുമ്പോൾ അതിന്റെ ലാസ്റ്റ് ഐറ്റം റിമൂവ് ചെയ്യും. ഇവിടെ എന്താ ഈ ബ്രാൻഡും വന്ന് മോഡലും വന്ന് ഇയർ പോയി. ഓക്കെ, ഈ കൺഫ്യൂഷൻ വരുന്നത് നമ്മൾ ലിസ്റ്റിലുണ്ട്. നമുക്ക് ലിസ്റ്റിൽ ഇതിലൊക്കെ പോപ്പുകൾ വരുന്നുണ്ടല്ലോ, അപ്പൻഡ് പോപ്പ്. അപ്പൊ അവിടെ കൺഫ്യൂഷൻ വരും. സെയിം സംഭവം മൾട്ടിപ്പിൾ ആയിട്ട് വരുമ്പോൾ കൺഫ്യൂഷൻ വരും. നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, അതിൽ ഏതാണ് ഡിക്ഷണറികളുള്ളത് കൺഫേം ചെയ്യുക, പോവുക. പിന്നെ ഇന്റർവ്യൂവിന് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, സ്പെഷ്യൽ ആയിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യുക. നമ്മളെല്ലാ എക്സാമിന് പ്രിപ്പയർ ചെയ്ത മാതിരി സ്പെഷ്യൽ പ്രിപ്പറേഷൻ. അപ്പോൾ ഓരോന്ന് ഇരുത്തിട്ട് ആ കൺഫ്യൂഷൻസ് ഇങ്ങനെ ഒപ്പം വെക്കുക. ഇപ്പൊ വെച്ചാൽ ഡിക്ഷണറീസിന്റെ എല്ലാ മെത്തേഡ്സും എടുക്കുക, ലിസ്റ്റിന്റെ എല്ലാ മെത്തേഡും എടുത്തിട്ട് ഓരോന്ന് ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുക. അപ്പോൾ മൈൻഡിലുണ്ടാവും ആ ഇന്റർവ്യൂവിന് പോകുമ്പോൾ കൂളായിട്ട് പോകും. അതുകൊണ്ടാണ് ഞങ്ങളോട് നോട്ട് എഴുതി വെക്കാണ് പറയുന്നത്. നാളെ ഒരു ഡൗട്ട് വരുമ്പോൾ ചുമ്മാ അത് എടുത്ത് നോക്കി നമുക്ക് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് പോപ്പ് ഐറ്റം ലാസ്റ്റ് റിമൂവ് ചെയ്തു. ഇനി നമുക്ക് ഇത് നേരെ പോപ്പ് ആക്കി നോക്കാം. പോപ്പ് എന്താ ഉണ്ടാകുക നോക്കാം. പോപ്പിൽ ഒരു എറർ വരും. പോപ്പിന് ഒരു ആർഗ്യുമെന്റ് വേണം. ആർഗ്യുമെന്റ് എന്താ നമുക്ക് അറിയില്ല, ഇതിനുള്ളിൽ കൊടുക്കുന്നത്. അത് ആർഗ്യുമെന്റ് ഞാൻ പറഞ്ഞിട്ടില്ല, ഒക്കെ കൺഫ്യൂഷൻ ആകണ്ട. ആർഗ്യുമെന്റും പാരാമീറ്റർ നമ്മൾ ഫംഗ്ഷൻ പഠിക്കുന്ന സമയത്ത് ചെയ്യും. ഇപ്പൊ കൺഫ്യൂഷൻ ആകേണ്ട, ഇതിനുള്ളൊരു വാല്യൂ കൊടുക്കണം, അത്ര ആലോചിച്ചാൽ മതി. അപ്പൊ ഇതിനുള്ളൊരു വാല്യൂ കൊടുക്കണം എന്നാണ് പൈത്തൺ പറയുന്നത്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രാൻഡ് എന്ന് കൊടുക്കണം. ബ്രാൻഡ്. അപ്പൊ ഇതിന് എന്ത് ചെയ്യും, ഇപ്പൊ എന്താ പറയുക, പോപ്പറിനെ റിമൂവ് ആണല്ലോ. അപ്പൊ ഇതിന് ബ്രാൻഡ് എന്ന് പറഞ്ഞ കീ വാല്യൂ ആണ് റിമൂവ് ചെയ്യണം. അതാണ് നമ്മൾ പറയുന്നത്. മോഡലും ഇയറും റിട്ടേൺ ചെയ്ത്. അപ്പോൾ പോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു വാല്യൂ ഡിക്ഷണറിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇനി അതല്ല, നമുക്ക് ലാസ്റ്റത്തെ എലമെന്റ് പോയാൽ മതി എന്നൊക്കെ പോപ്പ് ഐറ്റം ഉപയോഗിച്ചാൽ മതി. അപ്പൊ പോപ്പുണ്ട്, പോപ്പ് ഐറ്റം ഉണ്ട്. പോപ്പ് ഐറ്റത്തിന് ഉള്ളിലൊന്നും വേണ്ട, പോപ്പ് ഐറ്റം ഇത്രേ ഉള്ളൂ. പോപ്പ് ഐറ്റം. അത് ക്ലിയർ ആയില്ലേ? സിമ്പിൾ ആണ്. ഇനി ക്ലിയർ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പോപ്പും ഈ പോപ്പ് ഐറ്റം ഒക്കെ റിമൂവ് ചെയ്തിട്ട് അതിന് വരെ നമ്മൾ ക്ലിയർ എന്ന് പറഞ്ഞ അടുത്ത ഫംഗ്ഷൻ വിളിക്കുന്നു. അത്രേ ഉള്ളൂ. പോയി എംപ്റ്റി ആയി. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനോട് വീട് ആഡ് ചെയ്യാം. ഇവിടെ വന്നിട്ട് ഇപ്പോ ഒന്നും വേണ്ട, കളർ മാത്രം റെഡ് ആക്കി അയച്ചു. എന്താ ഉണ്ടാകുക അറിയോ? ആദ്യം ഡിക്ഷണറി വാല്യൂ ആഡ് ചെയ്തു, അതിനുശേഷം ഡിക്ഷണറി ക്ലിയർ ചെയ്തു, ഡിക്ഷണറി എംപ്റ്റി ആയി, അതിനുശേഷം വീണ്ടും എന്ത് ചെയ്തു, ഇപ്പൊ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാല് ഇതിനെ ഇവിടെ റീപ്ലേസ് ചെയ്തിട്ട് ഇത് വരും. ഇനിയിപ്പോ നമ്മളിവിടെ ക്ലിയർ കൊടുത്തില്ല വിചാരിച്ചോ, അപ്പൊ എന്താ ഉണ്ടാകും? ഇപ്പൊ എന്താ ഉണ്ടായത് അറിയോ? മൈ ഡിക്ഷണറി എന്ന ഒരു വേരിയബിളിലോട്ട് നമ്മൾ ഒരു ഡിക്ഷണറിനെ അസൈൻ ചെയ്തു. അതിനുശേഷം വീണ്ടും മൈ ഡിക്ഷണറി എന്ന വേരിയബിളിലോട്ട് വേറൊരു ഡിക്ഷണറിനെ അസൈൻ ചെയ്തു. കണ്ടെങ്കിൽ ഇത് വേറൊരു ഡിക്ഷണറിയാണ്. ഇതും കൂടെ ഒരു ബന്ധം വരൂല. അപ്പൊ ബന്ധം വരില്ല എങ്ങനെയാ? നമുക്ക് അപ്ഡേറ്റ് ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാ, ഡോട്ട് അപ്ഡേറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം സോൾവ് ആയി. നമ്മൾ എന്ത് ചെയ്യാ, ഒരു ഫംഗ്ഷൻ കോൾ ഓപ്പൺ ആക്കുക, ഫംഗ്ഷൻ കോൾ ക്ലോസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യാ, ഈ വാല്യൂ എടുത്തിട്ട് ഇതിന്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത തന്നെ എന്താ പറയാ, മൈ ഡിക്ഷണറിയിൽ അപ്ഡേറ്റ് ഫംഗ്ഷൻ വിളിച്ചിട്ട് അതിന്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ ഒരു ഡിക്ഷണറി ആയിട്ട് എഴുതി കൊടുക്കുന്നത്. ഇങ്ങനെ സ്പേസ് ഒക്കെ വന്നാൽ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. അത്രേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്നത്.
ഇത് നമ്മൾ കുറച്ച് മുന്നേ ചെയ്ത സംഭവം കണ്ടില്ലേ? ഇവിടെ നമ്മളിങ്ങനെ സ്പേസ് നോക്കണ്ട, നമ്മൾ നേരത്തെ ഇങ്ങനെ എഴുതി. അപ്പൊ ഇതിനുള്ള എന്ത് ചെയ്ത് ഈ മൈ ഡിക്ഷണറി, ഈ ഡിക്ഷണറിയിലോട്ട് അപ്ഡേറ്റ് ചെയ്തു കളറിനെ. പക്ഷെ ഞാൻ ഇവിടെ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇതിന്റെ ഉള്ളിലോട്ട് ആഡ് ചെയ്യാണ്, മനസ്സിലായത്. ഇവിടെ നമ്മൾ ഡിക്ഷണറി ക്ലിയർ ചെയ്തു, മൈ ഡിക്ഷണറി ഒരു വാല്യൂ അസൈൻ ചെയ്തു, അതിലോട്ട് വേരിയബിളിലോട്ട് ഡിക്ഷണറി അസൈൻ ചെയ്തു, ക്ലിയർ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അസൈൻ ചെയ്യണ്ട. അസൈൻ ചെയ്യുമ്പോൾ പുതിയത് ക്രിയേറ്റ് ചെയ്ത പോലെ അല്ലേ, അപ്ഡേറ്റ് ചെയ്യാം. അപ്ഡേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ വാല്യൂനെ ഇതിനുള്ളിലോട്ട് വെക്കാം. ഇപ്പത്തെ നോർമൽ കേസിൽ ഇത്രയും വാല്യൂ നമുക്ക് വരണ്ടേ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ, പക്ഷെ ഇവിടെ ഒറ്റ ഒന്നും ഉണ്ടാവും, കാരണം ക്ലിയർ ചെയ്യുന്നുണ്ട് ഒറ്റ ഒന്ന്. കാരണം എന്താ, മൈ ഡിക്ഷണറിനെ ക്ലിയർ ചെയ്തു. മൈ ഡിക്ഷണറി ഇപ്പൊ എംപ്റ്റി ആയി, ഇവിടെ നിന്ന് പ്രിന്റ് ചെയ്തു, മൈ ഡിക്ഷണറി എംപ്റ്റി ആവും. ആദ്യം എംപ്റ്റി ആയി, മൈ ഡിക്ഷണറി ഇവിടെ എംപ്റ്റി ആയി. അതിനുശേഷം ആ മൈ ഡിക്ഷണറിയിലോട്ട് വീണ്ടും അപ്ഡേറ്റ് ചെയ്തു ഒരു വാല്യൂ, കീ വാല്യൂ. അതിന്റെ അർത്ഥം എന്താ, അതിൽ വേറെ ഒന്നും ഇല്ലല്ലോ, ഒറ്റ കീ വാല്യൂ വന്നിട്ടുള്ളൂ. ഇതിവിടെ നമ്മൾ പോയി ഈ ഒറ്റ ക്ലിയർ വിളിച്ചുകൊണ്ടാണ് ഇതായത്, അല്ലാണ്ട് അതിൽ ഫുൾ ഡാറ്റ ഉണ്ടായിരുന്നു. അത്ര സിമ്പിൾ ആണ്. അപ്പൊ ഇത്ര ഉള്ളൂ. നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു എങ്ങനെ ഒരു വാല്യൂ ആഡ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. അതിന് രണ്ട് മെത്തേഡ്. ഒന്ന് സ്ക്വയർ ബ്രാക്കറ്റിൽ കീ കൊടുത്തിട്ട് വാല്യൂ അപ്ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അപ്ഡേറ്റ് ഫംഗ്ഷൻ വിളിച്ചിട്ട് അതിനുള്ളിൽ ഒരു ഡിക്ഷണറി ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക, മൾട്ടിപ്പിൾ വാല്യൂസ് ഒക്കെ ഇട്ടിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഒരു സിംഗിൾ ഐറ്റം റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കി. പോപ്പ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എന്താ പറയാ, ഒരു സ്പെസിഫിക് പോപ്പിനുള്ളിൽ കീ കൊടുത്തു കഴിഞ്ഞാൽ സ്പെസിഫിക് ആയുള്ള എലമെന്റ് റിമൂവ് ചെയ്ത് തരും. പോപ്പ് ഐറ്റം എന്ന് പറഞ്ഞാൽ ലാസ്റ്റത്തെ ഇങ്ങോട്ട് ക്ലിയർ ചെയ്ത് റിമൂവ് ചെയ്ത് തരും. ഇനി മൊത്തം ഡിക്ഷണറി ക്ലിയർ ചെയ്യണമെങ്കിൽ ക്ലിയർ മെത്തേഡ് വിളിച്ചാൽ പരിപാടി കഴിഞ്ഞു. അപ്പൊ എത്ര ഉള്ളൂ ഇതില് എന്താ പറയാ, ചേഞ്ച് ചെയ്ത് ആഡ് ചെയ്താ ഒരു കീ എങ്ങനെ അതിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ലിസ്റ്റിലൊക്കെ ഓൾറെഡി ട്രൈ ചെയ്താണ് ഇൻ ഓപ്പറേറ്റർ. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് പിന്നെ ചേഞ്ച് ചെയ്യുന്നതും ആഡ് ചെയ്യുന്നത് അപ്ഡേറ്റും സ്ക്വയർ ബ്രാക്കറ്റും ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്യുന്നത് ലാസ്റ്റ് സ്പെസിഫിക് ആയിട്ടും ക്ലിയർ ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. അപ്പൊ ഇതിൽ എന്താ ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക, നമുക്ക് ക്ലിയർ ചെയ്തിട്ട് പോവാം. അപ്പൊ ഇതൊക്കെ എന്താ ഡിക്ഷണറി കഴിഞ്ഞ് സെറ്റ്സും ടപ്പിൾസും പഠിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, റിഗ്രഷൻ, ട്രൈ, എക്സെപ്റ്റ്, ക്ലാസ്, ഫംഗ്ഷൻസ്, പിന്നെ നമ്മൾ കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള പൈത്തന്റെ കാര്യങ്ങളും പഠിച്ചിട്ട് നമ്മൾ ഡാറ്റാബേസും ജാങ്ക് ഒക്കെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പെട്ടെന്നല്ല, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്ലോലേ പോകുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് സ്പീഡ് കൂട്ടണം, നിങ്ങൾക്ക് ഒന്നും കൂടി എന്താ പറയാ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണം, പെട്ടെന്ന് കംപ്ലീറ്റ് മനസ്സിലാക്കരുത്, കുറച്ച് ടൈം എടുക്കണം. പക്ഷെ ഒന്നും കൂടി സ്പീഡ് കൂടണം. ഞാൻ കുറച്ച് സ്ലോ ആയിട്ടാണ് വീഡിയോ ഇടുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ മെസ്സേജ് അയക്കുക, നമ്മൾ ക്ലിയർ ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോകും. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വേറെ തന്നെ ഞാൻ എന്ത് ചെയ്യും, പഠിക്കാനുള്ള മെറ്റീരിയൽസ് പറഞ്ഞുതരും. നിങ്ങൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ മെസ്സേജ് ചെയ്താൽ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോകും. ഓക്കെ, അപ്പോൾ ബൈ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.